المدرسة الربانية كونوا ربانيين. عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങളോരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. നമ്മൾ അൽഹംദുലില്ലാഹ് പുതിയ ഒരു റിസാല വായിക്കാൻ ആരംഭിക്കുകയാണ്. നവാഖിദുൽ ഇസ്ലാം എന്ന പേരിൽ വളരെ പ്രസിദ്ധമായ വളരെ ചെറിയ ഒരു കൃതിയാണ്, ഒരു റിസാലയാണ്. ഇത് വലുപ്പത്തിൽ വളരെ ചെറുതാണെങ്കിൽ പോലും വളരെ ഗൗരവമേറിയ, ഓരോ വിശ്വാസിയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയാണ് ഇതിൻ്റെ രചയിതാവ്. കഴിഞ്ഞ രണ്ട് റിസാലകളും നാം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ റിസാലകളാണ് വായിച്ചത്. ഖവായിദുൽ അർബഅ, 4 അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചു. ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശുറൂത്തുകളെ സംബന്ധിച്ചും പറഞ്ഞു. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാമിനെ സംബന്ധിച്ച് ചെറിയ രീതിയിൽ ഒന്ന് മനസ്സിലാക്കൽ അനിവാര്യമാണ്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ ഇബ്നു അലി അത്തമീമി അൽ ഹംബലി, തമീം ഗോത്രത്തിലാണ് മുസന്നിഫ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ജനിക്കുന്നത്. ഉപ്പയുടെ പേരാണ് അബ്ദുൽ വഹാബ്. മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ നാമം. ജനിക്കുന്നത് ഹിജ്റ വർഷം 1115 ഹിജ്റ വർഷത്തിലാണ് ജനിക്കുന്നത്. ഉയൈന എന്ന പ്രദേശത്താണ്, സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നിന്ന് ഏകദേശം 70 കിലോമീറ്റർ അകലത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. മരണപ്പെടുന്നത് 1206 ദർഇയ്യ എന്ന് പറയുന്ന പ്രദേശത്തിലാണ്. ഷെയ്ഖ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ധാരാളം ഉലമാക്കളുള്ള
ഒരു കുടുംബത്തിലാണ് ജനിച്ചു വളരുന്നത്. പിതാവ് അവിടുത്തെ ഖാദിയാണ്. അതേപോലെ തന്നെ കുടുംബത്തിൽ ധാരാളം ഉലമാക്കൾ ഉണ്ടായിരുന്നു. 10 വയസ്സിന് മുമ്പേ അദ്ദേഹം ഖുർആൻ ഹൃദ്യസ്ഥമാക്കി. പിതാവിൽ നിന്ന് തന്നെ പ്രാഥമികമായ വിജ്ഞാനങ്ങൾ കരഗതമാക്കി. ശേഷം മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയും അങ്ങനെ ഹജ്ജ് പൂർത്തീകരിച്ച് ഷെയ്ഖ് അവിടെ നിന്ന് നടത്തുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് മുൽത്തസമിൽ വച്ച്. മുൽത്തസം എന്ന് പറഞ്ഞാൽ കഅബയുടെ ഹജറുൽ അസ്വദിനും വാതിലിനും ഇടയിലുള്ളതായ സ്ഥലമാണ്. അവിടെ സ്വഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ കാണാം, അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ ശരീരം അവിടേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണത്. ഷെയ്ഖ് അവിടെ നിന്ന് പ്രാർത്ഥിച്ചുവെന്നാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ സ്വച്ഛമായ അവസ്ഥയിൽ ദഅവത്ത് ചെയ്യാൻ, അത് ഭൂമിയിൽ വ്യാപിപ്പിക്കാൻ വേണ്ടി താനൊരു കാരണമാകണം എന്ന് പ്രാർത്ഥിച്ചുവെന്നാണ്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. അതിൻ്റെ ഫലമെന്നോണമാകാം ഷെയ്ഖുൽ ഇസ്ലാം ജനിച്ചു വളരുന്ന സമയത്ത് വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം എന്തിനു വേണ്ടിയിട്ടാണോ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത്, അതിന് നേർ വിപരീതമായിക്കൊണ്ട് മുസ്ലിം കുടുംബങ്ങളിൽ പിറന്നിരിക്കുന്ന ആളുകൾ വരെയും പല രീതികളിലുള്ള ശിർക്കുകളിലേക്കും അതേപോലെ തന്നെ കുഫ്റുകളിലേക്കും കൂപ്പുകുത്തുന്ന വ്യാപകമായ ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എത്രത്തോളം എന്നാൽ കല്ലുകൾക്ക് വരെയും വൃക്ഷങ്ങൾക്ക് വരെയും ഖബറുകൾക്ക് വരെയും ഇബാദാത്തുകൾ അർപ്പിക്കുന്ന ഒരു സമൂഹം വ്യാപകമായിരുന്നു. അവിടെയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ തൻ്റെ പ്രബോധനം ആരംഭിക്കുന്നത്. മക്കയിൽ ഹജ്ജിന് ശേഷം അവിടെ ചില പണ്ഡിതന്മാരുടെ അടുക്കലിരുന്ന് വിജ്ഞാനം കരഗതമാക്കി. ശേഷം മദീനയിലേക്ക് യാത്രയായി. അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധനായ ഉസ്താദ് മുഹമ്മദ് ഹയാത്ത് അസിന്ദി റഹിമഹുല്ലാ അദ്ദേഹത്തിൽ നിന്ന് മദീനയിൽ നിന്ന് ഇൽമ കരഗതമാക്കി. വേറെ പല ഉലമാക്കളിൽ നിന്നും മുഹമ്മദ് ഹയാത്ത് അസിന്ദി റഹിമഹുല്ലാ തൗഹീദിൻ്റെ യഥാർത്ഥ ദിശയിലേക്ക് ഷെയ്ഖിനെ വഴി കാണിച്ചു കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അക്കാലത്ത് മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽപ്പെട്ട പലരുടെയും ഖബറുകളിൽ ആളുകൾ തൊട്ടുമുട്ടുകയും അവിടെ അവരോട് ഇസ്തിഗാസകൾ അർപ്പിക്കുകയും അങ്ങനെ പലതും നിർവഹിക്കുമായിരുന്നു. ഇതിന് ചുറ്റും തവാഫ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ടായി. അതിനെ സംബന്ധിച്ച് ഉസ്താദിനോട് ചോദിക്കുകയും ഉസ്താദ് അത് തിരുത്തി കൊടുക്കുകയും അത് ശരിയായ ഇസ്ലാമിക നടപടിക്രമമല്ല എന്ന് പറയുകയും അദ്ദേഹത്തെ തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തിയതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് ഇറാഖിലും ബസ്റയിലുമെല്ലാം സന്ദർശിച്ചു. അവിടെ മുഹമ്മദുൽ മജ്മൂഇ റഹിമഹുല്ലയുമായി അടുത്തിടപെട്ടു. അവിടെ നിന്ന് ധാരാളം വിജ്ഞാനങ്ങൾ കരഗതമാക്കി. രചന തുടങ്ങുന്നത് ഇറാഖിൽ വച്ചാണ്. ഷെയ്ഖിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കിതാബുൽ തൗഹീദ്. ഇതിൻ്റെ ആരംഭം ഇറാഖിൽ ബസ്റയിൽ വെച്ചുകൊണ്ടാണ് നിർവഹിക്കുന്നത്. അങ്ങനെ അവിടെ ധാരാളം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ബസ്റയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ ഷാമിലേക്ക് സഞ്ചരിച്ചു. പക്ഷേ കയ്യിൽ പണമില്ലാത്ത കാരണം കൊണ്ട് യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. ശേഷം സ്വന്തം നാടായ സൗദിയിലേക്ക് ഒയൈനയിലേക്ക് തിരികെ വരികയും പിതാവിനോടൊപ്പം തന്നെ താമസിക്കുകയും അവിടെ ദഅവാ പ്രവർത്തനങ്ങളിലെല്ലാം മുഴുകി. അങ്ങനെ ഷെയ്ഖ് അവറുകൾക്ക് ധാരാളം ശത്രുക്കളുണ്ടായി. സ്വാഭാവികമായും ആളുകൾ പാരമ്പര്യമായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന ചില നടപടിക്രമങ്ങളെ മാറ്റി ഇന്നതാണ് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അതിനെ സ്വഹാബികളും മുൻകഴിഞ്ഞിരിക്കുന്നതായ സലഫു സ്വാലിഹീങ്ങളും മനസ്സിലാക്കിയത് ഇപ്രകാരമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന എതിർപ്പുകൾ ഷെയ്ഖ് അവറുകൾക്ക് ഉണ്ടായിട്ടുണ്ട്.
അവിടെ ഷേഖിനെ ഉപ്പയുടെ കൂടെ ദഅവ പ്രവർത്തനങ്ങളിൽ മുഴുകി ജീവിച്ചു. ഉപ്പയുടെ മരണത്തിന് ശേഷം പിന്നീട് അവിടെ ഖാദിയായി നിയമിക്കപ്പെടുന്നുണ്ട്. ഉസ്മാൻ ബിൻ മുഹമ്മദ് ബിൻ മുഅമ്മർ ഉയൈനയിൽ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുകയും അവിടെ അധ്യാപനത്തിലും ദഅവത്തിലുമായി അദ്ദേഹം വ്യാപൃതനായി. വളരെയധികം അനാചാരങ്ങൾ ആ പ്രദേശത്തന്ന് ഉണ്ടായിരുന്നു. നജിദ് എന്ന് പറയുന്ന പ്രദേശമാണ്. ധാരാളം സിഹർ, അതേപോലെ തന്നെ ഖബറുകൾ, കുബ്ബകൾ, പല പല പ്രയാസങ്ങൾ അവിടെ ഉണ്ടായി. അങ്ങനെ അവിടെ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഖബറും അതിൻ്റെ മേലുള്ള ഒരു കുബ്ബയും ഉണ്ടായി. സെയ്ദ് ബിൻ ഖത്താബ് എന്ന് പറയുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഖബറും കുബ്ബയും എല്ലാം ഉണ്ടായി. ഷേഖ് അവിടെ എന്ത് ചെയ്തു, നിലകൊള്ളുന്ന സമയത്ത് അവിടുത്തെ അമീർ ഉസ്മാൻ ബിൻ മുഹമ്മദ് ബിൻ മുഅമ്മർ അവിടുത്തെ അമീറാണ് ഉയൈനയിലെ അക്കാലത്തുള്ള. അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറുകളെ ആരാധനാ കേന്ദ്രമാക്കിയ ജൂത നസ്വാറാക്കൾക്ക് ശാപമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹം അത് ഉൾക്കൊണ്ടു. അവിടുത്തെ അമീറിനോട് ഷേഖ് തന്നെ ആവശ്യപ്പെട്ടു, ഇത് എന്ത് ചെയ്യേണ്ടതുണ്ട്, പൊളിച്ചു നീക്കേണ്ടതുണ്ട്. ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എവിടെയും ഭരണകൂടത്തിനെതിരിൽ വിപ്ലവമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. പലപ്പോഴും ആളുകൾ അങ്ങനെ ആരോപിക്കലുണ്ട്. ഒരിടത്തും ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഭരണകൂടത്തിനെതിരെ ഒരു വിപ്ലവവുമായി രംഗത്ത് വന്നിട്ടില്ല. അത് അഹ്ലു സുന്നയുടെ രീതിയല്ല. അതാത് നാട്ടിൽ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കീഴിൽ അവർ ബൈഅത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അഹ്ലു സുന്നയുടെ രീതി. ഇവിടെ അമീർ ഉസ്മാൻ ബിൻ മുഹമ്മദിനോട് ഇത് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ആവശ്യപ്പെടുകയും അദ്ദേഹം അനുമതി കൊടുക്കുകയും ചെയ്തു. അനുമതി കൊടുത്താൽ മാത്രം പോരാ, ചിലപ്പോൾ വലിയ വിവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 600ഓളം സൈന്യത്തെ അദ്ദേഹത്തിനോട് കൂടെ നിയോഗിച്ചു എന്നാണ്. അങ്ങനെ ആ ഖബർ പൊളിക്കപ്പെട്ടു. അവിടെ ഉണ്ടായിരുന്ന കുബ്ബ പൊളിക്കപ്പെട്ടു. അതേപോലെ തന്നെ അദ്ദേഹം അവിടെ ഖാദിയായിട്ട് നിയമിക്കപ്പെട്ടു. ആ സമയത്ത് ഒരു സ്ത്രീ ഷേഖിൻ്റെ അടുക്കൽ വരികയും വ്യഭിചാരം നടത്തിയതായിട്ട് സമ്മതിക്കുകയും ചെയ്തു. ഖാദിയുടെ അടുക്കൽ വ്യഭിചാരം നടത്തിയതായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ, സമ്മതിച്ചു കഴിഞ്ഞാൽ അതിന് എറിഞ്ഞു കൊല്ലുക എന്നുള്ള വിധിയാണ് നടപ്പിലാക്കേണ്ടത്. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ വിരളമായി മാത്രം നടന്നിരിക്കുന്ന ഒരു കാര്യമാണത്. വ്യഭിചാരം സ്ഥിരപ്പെടുക എന്നുള്ളത് വളരെ ദുർഘടമായ കാര്യമാണ്. ഒന്നുകിൽ ഒരാൾ ഒന്ന് ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞാൽ അവൻ വധിക്കപ്പെടുമെന്നുള്ളത് അവനറിയാം. അതുകൊണ്ട് തന്നെ അതിന് നല്ല മനക്കരുത്തുള്ളവരെന്ത് ചെയ്യും, അതിന് തയ്യാറാവും. സ്വഹാബികളിൽ 1-2 സ്വഹാബികൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറയുകയും അവരുടെ മേൽ ഹദ് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ സ്ത്രീ ഷേഖിൻ്റെ അടുക്കൽ വന്ന് കുറ്റം സമ്മതിച്ചു. അവരെ സംബന്ധിച്ച് ഷേഖ് അവർ ചോദിച്ചറിയുകയുണ്ടായി, ബുദ്ധിസ്ഥിരതയുള്ളയാളാണ് സമ്മതിക്കുന്നതെങ്കിലേ ശിക്ഷ നടപ്പിലാക്കപ്പെടാൻ പറ്റൂ. അങ്ങനെ ബോധ്യപ്പെടുകയും ഹദ് നടപ്പിലാക്കപ്പെടുകയും ചെയ്തു. ഇതോടുകൂടി ഷേഖിനെ സംബന്ധിച്ചുള്ള വാർത്തകൾ എമ്പാടും വ്യാപകമായി. കുബ്ബ പൊളിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ നിയമം നടപ്പിലാക്കിയിരിക്കുന്നു, ഹദ് നടപ്പിലാക്കിയിരിക്കുന്നു. ഇത് വലിയ എന്ത് ചെയ്തു, പ്രചാരമുണ്ടായി ഷേഖിനെതിരിൽ. അങ്ങനെ അഹ്സ എന്ന് പറയുന്ന പ്രദേശത്തെ ഭരണാധികാരി സുലൈമാനുൽ ഉറൈഅർ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു നാട്ടുപ്രദേശമാണ് ഉയൈന. അവിടെയാണ് ഷേഖിനെ ഖാദിയെ നിയമിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെയുള്ള ഭരണാധികാരിക്ക് ഈ സുലൈമാനുൽ ഉറൈഅർ കത്തയച്ചു, ഉടനെ ഈ പറയുന്ന ഷേഖിനെ വധിച്ചു കളയണം എന്നുള്ളതാണ് കൽപ്പന. അതല്ലെങ്കിൽ താങ്കൾക്ക് നിങ്ങളുടെ രാജ്യത്ത് നൽകുന്നതായ
മുഊനത്ത് ചിലവുകൾ, അവരുടെ വിഹിതം അതെന്ത് ചെയ്യും? വെട്ടിക്കുറച്ച് കളയും എന്ന് ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ ഉസ്മാൻ ബിൻ മുഹമ്മദ് അദ്ദേഹം ഇത് ഷേഖിനെ അറിയിച്ചു. ഷേഖ് ഈ അമീറിൻ്റെ അടുക്കൽ പറഞ്ഞു, എന്താണ്, അള്ളാഹുവിൻ്റെ തൗഹീദാണ് നമ്മൾ പ്രബോധനം ചെയ്യുന്നത്. ഇതിൽ താങ്കൾ ക്ഷമയവലംബിച്ച് നിലകൊള്ളുകയാണ് എങ്കിൽ, അമീറിൻ്റെ ഈ കൽപ്പനയെ വിലക്കെടുക്കാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലകൊള്ളുകയാണെങ്കിൽ അള്ളാഹു താങ്കൾക്ക് ഈ രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? തുറന്നു തരും, സഹായം ലഭിക്കും എന്ന് പറഞ്ഞു. അള്ളാഹു താങ്കൾക്ക് ആകാശത്തു നിന്നും മറ്റും റിസ്ക് നൽകും എന്ന് പറഞ്ഞുവെങ്കിലും ഈ അമീർ അതിന് കൂട്ടാക്കിയില്ല. ഇദ്ദേഹത്തെ വധിക്കാനും കൂട്ടാക്കിയില്ല. പക്ഷേ താങ്കൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നാട് വിടണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അവിടെ നിന്ന് നാട് വിട്ടു. കാൽനടയായിക്കൊണ്ടാണ് പുറത്തു പോയത്. തൻ്റെ കയ്യിൽ അന്ന് സമ്പാദ്യമായിട്ടൊന്നുമില്ല. അങ്ങനെ പ്രഭാതത്തിൽ ഇറങ്ങി നടന്നുവെന്നാണ്. കൂടെ ആരുമില്ലാത്ത അവസ്ഥയിൽ, സമ്പത്തുമില്ല, ഒന്നുമില്ല. വൈകുന്നേരമായപ്പോൾ ദറഇയ്യയിലെത്തി. അവിടെയാണ് ഷേഖ് അവറുകൾ വഫാത്താകുന്നത്. അവിടെ എത്തുന്ന ഈ വഴി നീളം ഷേഖ് ഖുർആനിൽ നിന്ന് പാരായണം ചെയ്യുന്നുവെന്നാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പോംവഴി കാണിച്ചു തരും, മഖ്റജ് നൽകും, കുടുക്കുകയില്ല, വഴികൾ, മാർഗങ്ങൾ തുറന്നു തരും. അതേപോലെ തന്നെ അവർ നിനക്കാത്തതായ മാർഗങ്ങളിലൂടെ അള്ളാഹു റിസ്ക് നൽകും. ഈ ആയത്ത് പാരായണം ചെയ്തുകൊണ്ടാണ് സഞ്ചരിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ ദറഇയ്യയിൽ ഷേഖിൻ്റെ ഒരു ശിഷ്യനായ മുഹമ്മദ് ബിൻ സുവൈലിൻ അൽ ഉറൈനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അടുക്കലാണ് വന്ന് ഇറങ്ങിയത്. അവിടെ ഇറങ്ങുകയും ദറഇയ്യയിലെ അന്നത്തെ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുല്ലാ. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പത്നി ഷേഖിൻ്റെ ദഅവത്തിനെ സംബന്ധിച്ച് കേട്ട് മനസ്സിലാക്കിയ ആളാണ്. തൗഹീദി പ്രബോധനത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഷേഖിനെ സഹായിക്കുകയാണ്. ഇവർ തമ്മിൽ പരസ്പരം ഒരു കരാർ ഏർപ്പെടുകയാണ്. ഷേഖ് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും സലഫു സ്വാലിഹീങ്ങളുടെയും രീതി അനുസരിച്ച് ദഅവത്ത് ആരംഭിച്ചു. അതിന് പൂർണ്ണമായ പിന്തുണ ഈ ഭരണാധികാരി നൽകി. അള്ളാഹു വലിയ രീതിയിൽ അവരെന്ത് ചെയ്തു? സഹായിച്ചു. അവരുടെ ഇരുവരുടെയും പരിശ്രമത്തിൻ്റെ ഫലമായി അവരുടെ സേവനത്തിൻ്റെ ഫലം കിട്ടാത്ത നാടുകളിൽ നിന്നുണ്ടാവുകയില്ല. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ, നമ്മുടെ പള്ളിയിലും ഉണ്ടാകും, അവരുടെ സേവനത്തിൻ്റെ ദഅവത്തിൻ്റെ പ്രതിഫലനങ്ങൾ. നാം പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആനടക്കം, വായിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരെ ചീത്ത പറയുന്ന ആളുകൾ പ്രസംഗിക്കുന്ന അവരുടെ പള്ളികളിലും ഉണ്ടാകും. അവരുടെ ദഅവത്തിൻ്റെ ഫലമായിക്കൊണ്ട് ദീൻ പ്രബോധനം ചെയ്യപ്പെടുകയും അവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ ധാരാളമായിക്കൊണ്ട് സൗജന്യമായി വിതരണം ചെയ്യപ്പെടുന്നു. അത് അനുഭവിക്കാത്ത മുസ്ലിമീങ്ങൾ ലോകത്തുണ്ടാവുകയില്ല എന്ന് തന്നെ പറയാം. ആ രീതിയിൽ അള്ളാഹു ചെയ്തു, വലിയ രീതിയിൽ അവർ സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഷേഖിൻ്റെ ചെറിയൊരു വിവരണമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇവിടെ ഈ ഗ്രന്ഥം നവാഖിദുൽ ഇസ്ലാം എന്നുള്ളതാണ്. നവാഖിദുൽ ഇസ്ലാം പഠിക്കൽ അനിവാര്യമാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. എന്തിനാണിത് പഠിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇസ്ലാമിൻ്റെ കെട്ടുകൾ അത് അഴിഞ്ഞഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഇസ്ലാം എപ്പോഴാണത് അഴിഞ്ഞു പോവുക? ഇസ്ലാമിൽ ജാഹിലിയ്യത്ത് എന്താണെന്ന് അറിയാത്തതായ പുതുതലമുറ വളർന്നു വന്നാൽ ജാഹിലിയ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കണം. ഇന്നത് പാടില്ലാത്ത കാര്യമാണ്, ഇന്നത് ശിർക്കാണ്, ഇന്നത് കുഫ്റാണ്, ഇന്നത് ദ്വലാലത്താണ് എന്നത് തിരിച്ചറിയുന്ന, അതിനെക്കുറിച്ച് അറിവുള്ള ആളുകളല്ല
വളർന്നു വരുന്നത് എങ്കിൽ എന്ത് ചെയ്യും? സ്വാഭാവികമായും ആളുകൾ അതുപോലുള്ള കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എന്ത് പാടില്ല എന്നുള്ളത് എന്ത് ചെയ്യേണ്ടതുണ്ട്? അറിയേണ്ടതുണ്ട്. സ്വഹാബികളിൽ ചിലർ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുമായിരുന്നു, എന്താണ് ഷർറുകൾ എന്നതിനെക്കുറിച്ച് ചോദിച്ചറിയുമായിരുന്നു, ഷർറിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നവാഖിദുൽ ഇസ്ലാം പഠിക്കാൻ അനിവാര്യമാണ്. കാരണം ഒരാളുടെ ഈമാൻ നിലനിർത്താൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതുപോലുള്ള കാര്യങ്ങൾ പഠിക്കൽ അവൻ്റെ മേൽ വ്യക്തിപരമായ നിർബന്ധമാണ്. ഇത് എല്ലാവരും പഠിക്കണം. സ്ത്രീകളും പുരുഷന്മാരും മുതിർന്നവരും ചെറിയവരും അടക്കം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇസ്ലാം മുറിയുന്ന കാര്യങ്ങൾ ധാരാളമുണ്ട്. 100-ലധികം കാര്യങ്ങൾ ഉലമാക്കൾ എണ്ണി പറഞ്ഞവരുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട വ്യാപകമായി സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എന്നാൽ ആളുകൾ ഗൗനിക്കാത്ത വളരെ ഗുരുതരമായ 10 കാര്യങ്ങളെയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? മുസന്നിഫ് റഹിമഹുല്ല ക്രോഡീകരിച്ചിരിക്കുന്നത്. ഈ 10 കാര്യങ്ങളുടെ പിന്നിലാണ്, അതിൽ പെട്ടതായിട്ടാണ് മറ്റുള്ള പല പല കാര്യങ്ങളും വരിക. മുസന്നിഫ് റഹിമഹുല്ല ഇത് ആരംഭിക്കുന്നത് പ്രകാരമാണ്: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഅലം, നീ അറിയണം, അന്ന നവാഖിദൽ ഇസ്ലാമി 10 നവാഖിദ്, ഇസ്ലാമിൻ്റെ നാഖിദുകൾ അത് 10 കാര്യങ്ങളാണ് എന്ന് നീ അറിയണം. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് ആദ്യമായി പറഞ്ഞ ഇഅലം ഒരു കൽപ്പനയാണത്. ഇഅലം എന്ന് പറഞ്ഞാൽ നീ അറിയണം, നീ മനസ്സിലാക്കണം, ഇൽമ് നേടണം എന്നർത്ഥം. ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ എന്താണോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ അതേപോലെ എന്ത് ചെയ്യുക? ഗ്രഹിക്കുക, മനസ്സിലാക്കുക. ഇതാണ് ഇൽമ് എന്ന് പറയുക. ഇൽമ് ശരിയാവിധം മനസ്സിലാക്കിയില്ല എങ്കിൽ വലിയ അപകടമാണ്. ഒരു കാര്യം നമ്മൾ അറിയുന്നത് അറിയേണ്ട രീതിയിലായിരിക്കണം. എന്താണോ അതിൻ്റെ യഥാർത്ഥമായ അവസ്ഥ അതിനെയാണ് ഒരാൾ അറിയേണ്ടത്. അതിനാണ് ഇൽമ് എന്ന് പറയുകയുള്ളൂ. ഇൽമിൻ്റെ കാര്യത്തിൽ ജനങ്ങൾ 3 വിധമുണ്ട്. ഒരാൾ ഒരു കാര്യത്തെ ഇദ്റാക്ക് ചെയ്യുന്നു, ഗ്രഹിക്കുന്നു, അതിൻ്റെ യഥാർത്ഥമായ നിലയിൽ, അതിനാണ് ഇൽമ് ഉള്ളവൻ എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ, ദിവസത്തിൽ എത്ര നേരം നിർബന്ധമായി നമസ്കരിക്കണം എന്നൊരാളോട് ചോദിച്ചു. അവൻ പറഞ്ഞു 5 നേരം നമസ്കരിക്കണം. അപ്പോൾ അവൻ അതിനെക്കുറിച്ച് ഗ്രഹിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയത് യാഥാർത്ഥ്യമായിട്ടാണ്, ശരിയായിട്ടാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ അവൻ എന്താണ്? ഇൽമുള്ളവനാണ്. രണ്ടാമതൊരു വിഭാഗം ആളുകളുണ്ട്. അവനെടുക്കൽ ചോദിച്ചു, എത്ര നേരമാണ് നമസ്കരിക്കേണ്ടത്? അവൻ പറഞ്ഞു, എനിക്കറിയില്ല. അവൻ ആ വിഷയത്തെ സംബന്ധിച്ച് അജ്ഞനാണ്, അറിവില്ലാത്തവനാണ്. അതിന് ജഹ്ലു ബസീത്ത് എന്നാ പറയുക. അവൻ വലിയ അപകടകാരിയല്ല. അവന് പറഞ്ഞു കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? മനസ്സിലാക്കും. മൂന്നാമതൊരു വിഭാഗമുണ്ട്. അവർ എന്താണോ യാഥാർത്ഥ്യം അതിന് വിപരീതമായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലാക്കി വയ്ക്കും. അവനോട് ചോദിക്കുകയാണ്, എത്രയാണ് നമസ്കാരം? അവൻ പറയുന്നു 6 ആണ്. അപ്പോൾ അവന് കാര്യം ഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ ഗ്രഹിച്ചത് എപ്രകാരമല്ല, ശരിയായ രീതിയിലല്ല. ശരിയായതിന് നേരെ വിപരീതമായിക്കൊണ്ടാണ് അവൻ എന്ത് ചെയ്തിരിക്കുന്നത്? ഗ്രഹിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ അതിന് ജഹ്ലു മുറക്കബ് എന്നാ പറയുക. രണ്ട് അജ്ഞത അവൻ്റെ കയ്യിലുണ്ട്. ഒന്ന്, നമസ്കാരം ഒരു ദിവസത്തിൽ എത്ര നേരം ഉണ്ടെന്നുള്ള അവൻ അറിയില്ല. ഇത് അവനക്കറിയില്ല എന്നുള്ള കാര്യവും അവനറിയില്ല. അതുകൊണ്ട് ജഹ്ലു ഇത് വലിയ അപകടകാരിയാണ്. ഏത് വിഷയത്തിലും ഇങ്ങനെയാണ്. ഒരാൾക്ക് അറിവില്ലാത്തവനാണെങ്കിൽ അവന് പറഞ്ഞു കൊടുത്താൽ എന്ത് ചെയ്യും? മനസ്സിലാവും. അഹ്ലു സുന്നക്ക് എപ്പോഴും അപകടം ചെയ്യുന്ന ഒരു വിഭാഗമാണ് അവർ ചിലപ്പോൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതും, അല്ലെങ്കിൽ ഹദീസുകൾ പറയും. എന്താണോ അതിനെ സ്വഹാബികൾ മനസ്സിലാക്കിയത്, ഉത്തമ തലമുറകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ആരോടാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അഭിസംബോധന ചെയ്തത്, പറഞ്ഞു കൊടുത്തത്. ഇപ്പം ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ യഥാർത്ഥത്തെ ഉദ്ദേശവും സന്ദർഭമൊക്കെ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുകയാരാണ്? ആദ്യമായി കേൾക്കുന്ന ആളുകളായിരിക്കും. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് കേവലം ചില പദങ്ങൾ മാത്രമല്ല, ചില ഹുറൂഫുകൾ, അക്ഷരങ്ങൾ മാത്രമല്ല. അതിൽ ചില ആശയങ്ങൾ ഇറക്കിയിട്ടുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ശരിയാവിധം മനസ്സിലാക്കിയവർ ആരാണ്?
സ്വഹാബികളാണ്. അതുകൊണ്ട് അവർക്കേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ഒരാൾ ഒരായത്ത് പറയുന്നു, എന്നിട്ട് അവൻ്റെ ഇച്ഛക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്നു. എനിക്ക് വേറെ ഒന്നും നോക്കേണ്ടതില്ല എന്ന് പറയുന്നു. അവൻ എന്താണോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ളതായ ഉദ്ദേശം അതിന് നേരെ വിപരീതമായിരിക്കാം അവൻ്റെ ബുദ്ധിയിൽ തോന്നിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് പലപ്പോഴും വലിയ പ്രയാസകരമായിരിക്കും. അവരാണ് പലപ്പോഴും അഹ്ലുസുന്നക്ക് ഏറ്റവും അപകടം വരുത്തിയിരിക്കുന്ന ആളുകൾ. എത്രത്തോളം എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് ഓതുന്നു, എന്നിട്ട് എന്താണ് അല്ലാഹു അല്ലാത്ത സൃഷ്ടികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന്, അവരോട് ദുആ ചെയ്യുന്നതിന് തെളിവാണ് ഈ ആയത്ത് എന്ന് പറയുന്നു. നഊദുബില്ല. എത്ര വിചിത്രമാണ്! അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് പരിശുദ്ധ ഖുർആൻ. അതിനു വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിലെ ആയാത്തുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അവരവരുടെ ഇച്ഛക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ്. നേരെ മറിച്ച് ആ ആയത്ത് എപ്രകാരമാണ് സ്വഹാബികൾ മനസ്സിലാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് സ്വഹാബികൾ അവരുടെ പിൻതലമുറക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് നോക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അവർ ബിദ്അത്തിന്റെ ആളുകൾ, ളലാലത്തിന്റെ ആളുകൾ കൊണ്ടുവരുന്ന ഏത് തെളിവുകളാകട്ടെ, അത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ചെയ്യുക? യഥാർത്ഥത്തിൽ അതിൻ്റെ ഇൽമ ലഭിക്കണമെങ്കിൽ അതിനെ ആദ്യമായി അഭിസംബോധന ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകളിലേക്ക് പോകണം. അപ്പോൾ കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കുക എന്നുള്ള അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് ഈ അലം എന്ന് പറഞ്ഞാൽ നീ നല്ല രീതിയിൽ പഠിച്ചു മനസ്സിലാക്കണം, അറിയണം എന്നുള്ളൊരു കൽപ്പനയാണ്. ഇവിടെ ഈ അലം അന്ന നവാഖിദുൽ ഇസ്ലാം, നിശ്ചയമായും ഇസ്ലാമിൻ്റെ നവാഖിലുകൾ. നവാഖിൽ എന്ന് പറഞ്ഞാൽ നാഖിൽ എന്നതിൻ്റെ ബഹുവചന രൂപമാണ്. നാഖിൽ എന്ന് പറഞ്ഞാൽ മുറിച്ച് കളയുന്നത് എന്നുള്ളതാണ്. ശരീഅത്തിൻ്റെ ഏതൊരു കാര്യത്തെയും നിരർത്ഥകമാക്കി കളയുന്ന കാര്യം. ഉദാഹരണം പറഞ്ഞാൽ നവാഖിദുൽ വുദു, വുദൂഇനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. നോമ്പ് മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ, നമസ്കാരം ബാത്തുലാക്കി കളയുന്ന കാര്യങ്ങൾ, ഇതുപോലെ എന്താണ് ഒരു കാര്യത്തെ ഇല്ലാതെയാക്കി കളയുന്ന, ഫസാദാക്കി നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങൾ, അതാണ് നവാഖിൽ എന്നതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാ സംസാരിക്കുന്നത് നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ നവാഖിദുകളെ കുറിച്ചാണ്. അപ്പോൾ ഏതൊരു ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ചിന്താഗതി അത് വച്ചു പുലർത്തിയാൽ അത് മുഖേന എന്ത് ചെയ്യും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അങ്ങനെയുള്ളതായ നാഖിലുകൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ള ഒരു വിഷയമാണ്. തക്ഫീറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ഒരാൾ ഇന്ന കാര്യം ചെയ്താൽ, ഇന്ന വാക്ക് പറഞ്ഞാൽ, ഇന്ന വിശ്വാസം വെച്ച് പുലർത്തിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്ന് പറയുമ്പോൾ ഇസ്ലാമിക ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു മസാലയാണ് തക്ഫീർ എന്നുള്ളത്. ആരെ കാഫിറായിട്ട് പ്രഖ്യാപിക്കണം, ആരാണത് പ്രഖ്യാപിക്കേണ്ടത്, എങ്ങനെയാണ് പ്രഖ്യാപിക്കേണ്ടത്, വലിയ വിവാദമുണ്ടായിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇസ്ലാമിൽ നിന്ന് മുറിഞ്ഞ് പുറത്തു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അനിവാര്യമായും ചില നിയമങ്ങൾ ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. അതല്ല എങ്കിൽ വലിയ അബദ്ധത്തിൽ ചെന്നുചാടും. ഇപ്പോൾ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു കാര്യം പറഞ്ഞു, ഇന്ന കാര്യം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അവൻ നോക്കുമ്പോൾ ഇന്നയാളത് ചെയ്യുന്നുണ്ട്, അപ്പോൾ അവൻ കാഫിറായി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതിന് ചില നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ആ നിയമങ്ങളെ സംബന്ധിച്ച് ആദ്യം മനസ്സിലാക്കൽ അനിവാര്യമാണ്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, പരിശോധിക്കുന്നത്. അത് പഠിക്കാതെ ഇതിലേക്ക് പ്രവേശിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അപകടങ്ങളുണ്ടാകും. അതുകൊണ്ട് ഒന്നാമത്തെ നിയമം, ഇപ്പം അതിനുള്ളവർക്ക് എഴുതി വെക്കാം. ഒന്നാമത്തെ നിയമം, ഒരാളുടെ ഇസ്ലാം അത് യഖീനായിക്കൊണ്ട്, ഉറപ്പായിക്കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ, അങ്ങനെ സ്ഥിരപ്പെട്ടിരിക്കുന്ന ഇസ്ലാം ഉറപ്പായ രീതിയിലല്ലാതെ അതിൽ നിന്ന് അവൻ എന്ത് ചെയ്യില്ല, പുറത്തു പോകില്ല. ഇസ്ലാം എന്നുള്ളത് അവനിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ ഉറപ്പായ നിലയിൽ മുസ്ലിമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ഒരാളെ കേവലം സംശയത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ ഒരു നിയമവുമില്ല, ഒരു വകുപ്പുമില്ല. ഉറപ്പായ കാര്യം കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
അവനെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. മൻ സബത ഇസ്ലാമുഹു ബിയഖീനി, യഖീൻ കൊണ്ട് ഒരാളുടെ ഇസ്ലാം സ്ഥിരപ്പെട്ടു, ഉറപ്പായ നിലയിൽ ഒരാൾ മുസ്ലിമാണെന്ന് സ്ഥിരപ്പെട്ടു. എന്നാൽ ഫലാ യസൂലു അൻഹു ഇസ്മുഹു, മുസ്ലിമാണ് എന്നുള്ള അവൻ്റെ ആ പേര് അവനിൽ നിന്ന് നീങ്ങുകയില്ല. ഇല്ലാ ബിയഖീനി, ഉറപ്പായ മറ്റൊരു കാര്യം കൊണ്ടല്ലാതെ. അവൻ കുഫറിൽ ആണ് എന്ന് ഉറപ്പിക്കുന്ന കാര്യം വേണം. കേവലം ഇവൻ്റെ ധാരണയാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയായിരിക്കാം എന്നുള്ള ധാരണ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല. ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് ഒരാളെ പുറത്താക്കുക എന്നുള്ളതല്ല. അതായത് മുസ്ലിമാണ്, മുസ്ലിമായ ഇസ്ലാം സ്ഥിരപ്പെട്ടിരിക്കുന്ന ഒരാളുടെ മേൽ അവൻ മുർത്തദ്ദായിരിക്കുന്നു എന്ന് കേവലം നമ്മളുടെ ധാരണകൾ കൊണ്ട്, നമ്മളുടെ ഇച്ഛകൾ കൊണ്ട് നാം അവർക്കെതിരെ വിധിക്കുക എന്നുള്ളതല്ല, പറ്റില്ല. ഇത് അടിസ്ഥാനപരമായൊരു നിയമമാണ്. എന്താണ് ആ നിയമത്തിന് ഉപോത്ബലകമായ തെളിവുകൾ? ധാരാളം തെളിവുകളുണ്ട്. ഒരാളുടെ മേൽ കുഫർ ആരോപിക്കുക എന്നുള്ളത് ഗുരുതരമായ പ്രശ്നമാണ്, ഒന്നാമതായി മനസ്സിലാക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ദഅ റജുലൻ ബിൽ കുഫ്രി, ആരെങ്കിലും ഒരു മനുഷ്യനെ കുഫർ കൊണ്ട് വിളിച്ചു, അതായത് യാ കാഫിർ എന്ന് വിളിച്ചു ഒരാളെ, ഔ ഖാല അദുവല്ലാഹ്, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ അദുവേ, ശത്രുവേ എന്നൊരാൾ വിളിച്ചു, വലൈസ കദാലിക്, അവൻ അപ്രകാരമല്ല എങ്കിൽ ഇല്ലാ ഹാറ അലൈഹി, അതെന്ത് ചെയ്യും? ഇവനിലേക്ക് തിരിച്ചു മടങ്ങും. ആ കുഫ്ർ ആരിലേക്കാണ് മടങ്ങുക? വിളിച്ചവനിലേക്കാണ് മടങ്ങുക. അപ്പോൾ വളരെ ഗുരുതരമായ കാര്യമാണ്. നമ്മുടെ ഊഹങ്ങൾക്കനുസരിച്ചുകൊണ്ട്, ഇച്ഛകൾക്കനുസരിച്ചുകൊണ്ട് ഒരാളുടെ മേൽ എന്ത് ചെയ്യാൻ പറ്റൂല? കുഫ്ർ വിധിക്കാൻ പറ്റുകയില്ല. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, ലാ യർമി റജുലുൻ റജുലൻ ബിൽ ഫുസൂഖി, ഒരാൾ വേറൊരാളുടെ മേൽ അവൻ ഫാസിഖാണ് എന്ന് ആരോപിക്കുന്നില്ല. വലാ യർമീഹി ബിൽ ഫുസൂഖി ഇല്ല ഇർതദ്ദത് അലൈഹി ഇല്ലം യകുൻ, വലാ യർമീഹി ബിൽ കുഫ്രി ഇല്ല ഇർതദ്ദത് അലൈഹി ഇല്ലം യകുൻ സാഹിബുഹു കദാലിക്. അതേപോലെ തന്നെ അവൻ കാഫിറാണ് എന്ന് അവൻ്റെ മേൽ ആരോപിക്കുന്നില്ല, അവൻ അപ്രകാരമല്ല എങ്കിൽ അത് നേരെ തിരികെ ഇവനിലേക്ക് വന്നിട്ടല്ലാതെ. അപ്പോൾ ഒരാൾ വേറൊരാളെ അവനെ ഫാസിഖ് എന്ന് വിളിച്ചു, അല്ലെങ്കിൽ കാഫിർ എന്ന് വിളിച്ചു, അവൻ അപ്രകാരമല്ല എങ്കിൽ അതെന്ത് ചെയ്യും? ആ വിളി നേരെ ചെല്ലുന്ന എവിടേക്ക് തന്നെയാണ്? അവൻ്റെ സ്വന്തം നഫ്സിലേക്ക് തന്നെയായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇത് നല്ല ഉറപ്പ് വേണം. നല്ല ഉറപ്പില്ലാതെ കേവലം ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെയും ചെയ്യാൻ പറ്റൂല. കാഫിർ എന്നോ മുബ്തദി എന്നോ ഫാസിഖ് എന്നോ വിധി പറയുക എന്നുള്ളത് പാടില്ല. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസിദ്ധമായ ഹദീസ് ഉണ്ട്. അവിടുന്ന് പറഞ്ഞു, ബഅസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഖുറഖ, ഖുറഖയിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നിയോഗിച്ചു. അങ്ങനെ ഫസബ്ബഹനൽ ഖൗം, ശത്രുക്കളെ ഞങ്ങൾ പ്രഭാതത്തിൽ കണ്ടുമുട്ടി. ഫഹസംനാഹു, ഞങ്ങൾ അവരെ പരാജയപ്പെടുത്തി. വലഹിഖ്തു അന വറജുലുൻ മിനൽ അൻസ്വാരി റജുലൻ മിൻഹു, ഞാനും അൻസ്വാരികളിൽപ്പെട്ട ഒരു സഹാബിയും ഒരു ശത്രുവിനെ കണ്ടുമുട്ടി. ഫലമ്മ ഗശീനഹു, ഞങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞു. വളഞ്ഞ സമയത്ത് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ഉറക്കെ പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. യുദ്ധത്തിന്റെ സമയത്താണ്. ശത്രു കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയ സമയത്ത് എന്ത് ചെയ്തു? ഇവർ സ്വഹാബികൾ വളഞ്ഞപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. ഫകഫൽ അൻസാരി, അൻസാരി സ്വഹാബി എന്ത് ചെയ്തു? പെട്ടെന്ന് മാറി പിന്നോട്ടടിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഇനി അവനുമായിട്ട് എന്തില്ല? ഏറ്റുമുട്ടലില്ല. എന്നാൽ ഫതഅൻതുഹു ബിറുംഹി ഹത്താ ഖതൽതുഹു, ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ കുന്തം കൊണ്ട് അവനെ കുത്തുകയും അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. ഫലമ്മാ ഖദിംനാ ബലഗ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ തിരികെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വാർത്തയെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് നീ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞുവോ എന്ന് ചോദിച്ചു. ഖുൽതു, ഞാൻ പറഞ്ഞു, കാന മുതഅവ്വിദൻ, നബി അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. കൊല ചെയ്യപ്പെടുമെന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം ചെയ്തത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എന്ന് ഞാൻ പറഞ്ഞു. ഫമാ സാല യുകദ്ദിറുഹാ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എന്ത്? അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം നീ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞുവോ എന്ന് ചോദിച്ചു.
ഹത്താ തമന്നൈതു അന്നീ ലം അകുൻ അസ്ലംതു ഖബ്ല ദാലിക്കൽ യൗം. ഞാൻ ആഗ്രഹിച്ചു പോയി, അതിനു മുമ്പ് ഞാൻ മുസ്ലിമായിരുന്നില്ല എങ്കിൽ എനിക്ക് ഗതി വരുമായിരുന്നില്ലല്ലോ എന്ന് വരെ ഞാൻ വിചാരിച്ചു പോയി എന്ന് ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്. ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്, ഫകൈഫ തസ്നഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅത് യൗമൽ ഖിയാമ. അവൻ പറഞ്ഞിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖിയാമത്ത് നാളിൽ വരുമ്പോൾ നീ അതിനെന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ചോദിച്ചു, ഇസ്തഗ്ഫിർലി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ എനിക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. അപ്പൊ വീണ്ടും നബി തന്നെ ചോദിച്ചത്, ഫകൈഫ തസ്നഉ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് ഇദാ ജാഅത് യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി വന്നാൽ നീ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഇവിടെ ഉസാമ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പ്രത്യക്ഷമായിട്ട് എന്താണ് മനസ്സിലാക്കേണ്ടത്? അവൻ ഷഹാദത്ത് പറഞ്ഞാൽ അവൻ മുസ്ലിമാണ്. എന്നാൽ ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി ഉള്ളിൽ കുഫ്ർ ഒളിപ്പിച്ചിട്ട് പറഞ്ഞതായിരിക്കാമെന്ന് ആര് ഊഹിക്കുന്നു? ഉസാമ റളിയല്ലാഹു അൻഹു ഊഹിക്കുന്നു. അങ്ങനെ ഊഹിക്കാനെന്തില്ല, ഒരു വകുപ്പുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. ഒരാളുടെ മേൽ അങ്ങനെ കുഫ്ർ ആരോപിക്കാൻ, ഊഹത്തിന്റെ പേരിൽ അവന്റെ ഹൃദയത്തെ തുറന്നു നോക്കാൻ നമുക്ക് പറ്റൂല എന്നുള്ളതാണ്. മിഖ്ദാദ് ബിൻ അംർ ബിൻ അൽ അസ്വദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ ലഖീതു റജുലൻ മിനൽ കുഫാരി, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ കുഫാറുകളിൽപ്പെട്ട ഒരു മനുഷ്യനെ, ശത്രുവിനെ കണ്ടുമുട്ടുന്നു. ഫഖാതലനി, അവൻ എന്നോട് യുദ്ധത്തിന് വന്നു. ഫദറബ ഇഹ്ദാ യദയ്യ, എൻ്റെ ഒരു കൈ അദ്ദേഹം വെട്ടിക്കളഞ്ഞു വാളുകൊണ്ട്, ബിസ്സൈഫ്. സുമ്മ ലാദാ മിന്നി ബിശദറത്തിൻ, എന്നിട്ട് എന്നിൽ രക്ഷപ്പെടാൻ ഒരു വൃക്ഷത്തിന്റെ മേലെ കയറി. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അസ്ലംതു ലില്ലാഹ്, ഞാനിതാ മുസ്ലിമായി എന്ന് പറഞ്ഞു. അഫഅഖ്തുലുഹു യാ റസൂലല്ലാഹ് ബഅദ അൻ ഖാലഹ, അങ്ങനെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവനെ കൊല്ലാമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖ്തുൽഹു, നീ അവനെ കൊല്ലാൻ പാടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നഹു ഖതഅ യദി, അല്ലാഹുവിന്റെ റസൂൽ, അവൻ എൻ്റെ കൈ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖ്തുൽഹു, നീ അവനെ കൊല്ലാൻ പാടില്ല. എന്നിട്ട് പറഞ്ഞു, ഫഇൻ ഖതൽതഹു, അവൻ മുസ്ലിമായി എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം നീ അവനെ കൊന്നുകളഞ്ഞാൽ, ഫഇന്നഹു ബിമൻസിലതിക ഖബ്ല അൻ തഖ്തുലഹു, നീ അവനെ കൊല്ലുന്നതിന് മുമ്പ് നീ എവിടെയായിരുന്നോ ആ സ്ഥാനത്തായിരിക്കും അവൻ. വഅൻത ബിമൻസിലതിഹി ഖബ്ല അൻ യഖൂല കലിമതഹു അല്ലതി ഖാൽ, നീയാകട്ടെ അവൻ ആ കലിമത്ത് വാക്ക് പറയുന്നതിന് മുമ്പ് അവന്റെ അവസ്ഥ എന്തായിരുന്നോ ആ അവസ്ഥയിലാവും നീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഗുരുതരമായ കാര്യമാണ്. ഒരാൾക്ക് നേരെ കുഫ്ർ ആരോപിക്കുക എന്നുള്ളത് വളരെ ഗുരുതരമാണ്. അവൻ അങ്ങനെയല്ലെങ്കിൽ തിരിച്ചെവിടെ എത്തും എന്നർത്ഥം, നമ്മിലെത്തും എന്നർത്ഥം. അപ്പൊ കേവലം ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ കാഫിറാക്കുക എന്നുള്ളത് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. ഇതാണ് ഒന്നാമത്തെ ഖായിദ, ഒന്നാമത്തെ നിയമമാണത്. ഇത് മനസ്സിലാക്കാതെ എന്ത് ചെയ്താൽ, ഇത് പഠിച്ചാൽ പ്രയാസമുണ്ടാകും. രണ്ടാമത്തെ ഖായിദ, ആരെങ്കിലും ഷഹാദത്ത് കലിമ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന ഷഹാദത്ത് പ്രഖ്യാപിച്ചാൽ, മുഴിഞ്ഞാൽ, അവൻ പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ്. അവൻ പ്രത്യക്ഷത്തിൽ എന്ത് തന്നെയാണ്? മുസ്ലിമാണ്. മുസ്ലിമീങ്ങൾക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അത് അവനക്ക് വകവെച്ചു കൊടുക്കണം. അവർക്കെതിരിൽ എന്തെല്ലാം ഉണ്ടോ അതും അവനുണ്ട്. അപ്പോ പ്രത്യക്ഷത്തിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു, അവൻ മുസ്ലിമായിട്ട് എന്ത് ചെയ്യപ്പെടും? അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിനെ അംഗീകരിച്ചു. എന്നാൽ പ്രത്യക്ഷത്തിൽ അവൻ മുസ്ലിമായിട്ട് തന്നെ എന്ത് ചെയ്യും? അവന് പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ജനങ്ങളോട് പോരടിക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നുള്ളതിന് സാക്ഷ്യം വഹിക്കുന്നവരെയാണ്. സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞാൽ അവർ എന്താണ്? അവർ മുസ്ലിമീങ്ങളായിട്ട് പരിഗണിക്കപ്പെടണം എന്നുള്ളതാണ്. പിന്നീട് അവന്റെ ഹൃദയത്തിൽ എന്താണ്, അവന്റെ ഉദ്ദേശം എന്താണ്, അവന് വേറെ ഏതെങ്കിലും താല്പര്യത്തിന് വേണ്ടിയിട്ടാണോ ഇത് പറഞ്ഞത് എന്ന് ചൂഴ്ന്ന് അന്വേഷിക്കുക എന്നുള്ളത് എന്തല്ല, നമ്മുടെ പണിയല്ല. അവൻ പ്രത്യക്ഷത്തിൽ പറയുകയാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഇബാദത്തിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് പ്രഖ്യാപിച്ചവരാണെങ്കിൽ അവർ പ്രത്യക്ഷത്തിൽ മുസ്ലിമായിട്ട് നമ്മൾ പരിഗണിക്കും എന്നതാണ്. മൂന്നാമത്തെ ഖായിദ, ഒരാളെ കാഫിറാക്കുക എന്നുള്ളത് ദീനിയായ
ഒരു നിയമമാണത്. അതുകൊണ്ട് തന്നെ ദീനിയായ നിയമങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല, അള്ളാഹുവാണ് അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഒരാളെയും അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ ആരെയെങ്കിലും കാഫിറാക്കിയിട്ടുണ്ട് എങ്കിൽ അവരെ മാത്രമേ നമുക്ക് തക്ഫീർ ചെയ്യാനുള്ള അവകാശമുള്ളൂ. അതല്ലാതെ നാം എന്ത് ചെയ്യുകയില്ല. അവർ പറഞ്ഞവർ ആരാണോ കാഫിറാണ് എന്ന് ആർക്കാണോ വിധി പറഞ്ഞത് അവരെയാണ് നാം എന്ത് ചെയ്യുള്ളൂ, തക്ഫീർ ചെയ്യുകയുള്ളൂ. രണ്ട് രീതിയിലാണ് തക്ഫീർ. ഒന്ന്, ചില പ്രവർത്തികൾ, ചില വിശേഷണങ്ങൾ, ചില വിശ്വാസങ്ങൾ അത് ആരെങ്കിലും അതിൽ പെട്ടിട്ടുണ്ട് എങ്കിൽ അവർ കാഫിറുകളാണെന്ന് പൊതുവായിട്ട് പറയാം. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എന്താണ്, നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും. അത് പൊതുവായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെ പൊതുവായിട്ട് നമുക്ക്, അല്ലെങ്കിൽ ജൂതന്മാർ, നസ്വാറാക്കൾ, മുശ്രിക്കുകൾ അവർ കാഫിറുകളാണ്, അള്ളാഹു റസൂലും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ജൂതന്മാർ കാഫിറുകളാണ്, നസ്വാറാക്കൾ കാഫിറുകളാണ്, ബിംബാരാധകർ കാഫിറുകളാണ് എന്ന് പൊതുവായിട്ട് നമുക്ക് പറയുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കാരണം അത് അള്ളാഹു റസൂലും പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ചില വ്യക്തികൾ കാഫിറുകളാണ് എന്ന് തെളിവുണ്ട്. ഫിർഔനിനെ പോലെ, അതേപോലെ തന്നെ ഇബ്ലീസിനെ പോലെ, അബൂലഹബിനെ പോലെ, നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും അലൈഹിസ്സലാം അവരുടെ ഭാര്യമാരെ പോലെ അവർ കാഫിറുകളാണെന്ന് വ്യക്തമായി എന്ത് ചെയ്തിട്ടുണ്ട്, തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അവർ കാഫിറുകളാണെന്ന് നമുക്ക് പറയാം. അവരെ കാഫിറുകളായി നാം അംഗീകരിക്കുന്നില്ലെങ്കിൽ പ്രശ്നം. അപ്പോൾ ഫിർഔൻ കാഫിറല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് സൂഫികളിൽ. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പം അടുത്തുവരെയും ഒരാളെങ്ങനെ പ്രസംഗിക്കണ കേട്ടു, അത് തൗഹീദ് ഉണ്ടെന്ന് പറയുന്ന വിഭാഗങ്ങളിൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അള്ളാഹു കാഫിറാക്കിയിരിക്കുന്ന ആളെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറാണെന്ന് പറയുന്നത് ഉറപ്പായിട്ട് എന്ത് ചെയ്തിരിക്കണം, നാം തക്ഫീർ ചെയ്തിരിക്കണം. അവർക്ക് പിന്നെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറയാൻ നമ്മൾ അധികാരികളല്ല. അള്ളാഹു ഒരാളെ വ്യക്തിപരമായിട്ട് കാഫിറാണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കാഫിറാണെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കണം. അതേപോലെ പൊതുവായിട്ട് നമുക്ക് പറയാം, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്താൽ അവരെന്താണ്, കാഫിറുകളാണ് എന്ന് നമുക്ക് പറയാം. ഇതാണ് മൂന്നാമത്തെ കായിദ. നാലാമത്തെ കായിദ, പൊതുവായ കാര്യങ്ങൾ കൊണ്ട് നാം ഇങ്ങനെ തക്ഫീർ ചെയ്യുമല്ലോ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്താണ്, ഒരാൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു, അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് കുഫ്റാണ്, അവർ കാഫിറുകളാണ് എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ വിധി പറയുന്നത് മുഖേന അത് ഏതെങ്കിലും വ്യക്തികളുടെ മേൽ ഉറപ്പായും ബാധകമാകുമോ എന്ന് ചോദിച്ചാൽ ബാധകമാവുകയില്ല. അവരുടെ മേൽ, ഓരോ വ്യക്തികളുടെ മേൽ അത് ബാധകമാകണമെങ്കിൽ അവിടെ പാലിക്കേണ്ടതായ ചില നിബന്ധനകളുണ്ട്, ചില തടസ്സങ്ങൾ നീങ്ങേണ്ടതുണ്ട്. ആ നിബന്ധനകളും തടസ്സങ്ങളും നീക്കിയാലേ ഒരു വ്യക്തിയുടെ മേൽ അത് ആരോപിക്കാൻ പറ്റുള്ളൂ. പൊതുവെ നമുക്ക് പറയാം, അല്ലാത്ത സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്യുന്നവർ കാഫിറുകളാണ് എന്ന് പറയാം. അപ്പോൾ നോക്കുമ്പോൾ ഒരാൾ എന്ത് ചെയ്യുന്നു, മൊയ്തീൻ ഷേഖിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, ദാ അവൻ കാഫിറാണെന്ന് നമുക്ക് പറയണമെങ്കിൽ എന്ത് വേണം, അതിന് ചില തടസ്സങ്ങളുണ്ട്, അത് ആദ്യമേ പറയാൻ ചില നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. അതില്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല, പറയാൻ സാധിക്കുകയില്ല. പൊതുവായി ഇങ്ങനെ തക്ഫീർ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ആരാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറാണ് എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നൊരാൾ പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് നമുക്ക് പറയാം. എന്നാൽ ഇങ്ങനെയുള്ള ഈ പ്രവൃത്തി കുഫറാണ് എന്ന് പറയുന്നതും ആ പ്രവൃത്തി ചെയ്ത ആൾ കാഫിറാണ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. അതാണ് പറഞ്ഞത്. ഒരു പ്രവൃത്തി ഇന്ന പ്രവൃത്തി കുഫറാണ് എന്ന് പറയാം, പക്ഷെ ആ പ്രവൃത്തി ചെയ്ത ഒരു ആൾ അവൻ കാഫിറാണ് എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. രണ്ടിനും രണ്ട് നിയമമാണ്. ഒരു വ്യക്തി കാഫിറാണ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം, അവിടെ ചില നിബന്ധനകൾ പാലിക്കപ്പെടണം, അവിടെ ചില തടസ്സങ്ങൾ നീങ്ങണം. അതിൽ ഒന്നാമത്തെ നിബന്ധനയാണ് അൽ ഇൽം, അവൻ അറിവുള്ളവനായിരിക്കണം. ഇന്ന കാര്യം ചെയ്താൽ അത് മുഖേന കുഫർ സംഭവിക്കും എന്നെന്ത് ചെയ്യണം, അവന് ബോധമുണ്ടാകണം, അവൻ അറിവുണ്ടാകണം. അറിവില്ലാതെയാണ് അവൻ അത് പ്രവർത്തിച്ചത്, അത് പറഞ്ഞത് എങ്കിൽ എന്താവൂല, അത് മുഖേന കുഫർ സംഭവിക്കൂല.
അപ്പോൾ അതിന് നേരെ വിപരീതമാണ് ജഹില്. ജഹില് എന്നുള്ളൊരു തടസ്സമാണ്. അവൻ അവിവേകിയാണ്. മുസ്ലിമീങ്ങൾ ധാരാളം ഇല്ലാത്ത, അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ വളരെ വിരളമായിട്ടുള്ള, അല്ലെങ്കിൽ തീരെ തന്നെ ഇല്ലാത്ത പ്രദേശങ്ങളിലാണ് അവൻ ജീവിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അവർക്ക് ബോധമുണ്ടായില്ല, അറിവുണ്ടായില്ല. അങ്ങനെയാണ് അവൻ ചെയ്തത് എങ്കിൽ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ അവൻ കാഫിറാണെന്ന് പറയാനെന്നില്ല. അത് അവൻ്റെ അറിവില്ലായ്മ ഒരു തടസ്സമാണ് അവൻ്റെ മേൽ അത് വിധിക്കാൻ. അവന് ഇൽമില്ല എന്നുള്ളതായ, ഇൽമു വേണം എന്നുള്ളതായ ഷർത്ത് അവിടെ എന്ത് ചെയ്തിട്ടില്ല, നിബന്ധന പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ അവൻ അക്കലുള്ളയാളായിരിക്കണം, ബുദ്ധിയുള്ളയാളായിരിക്കണം. അവൻ ഭ്രാന്തുള്ളവനാകാൻ പാടില്ല. അവന് ബുദ്ധി വേണം എന്നുള്ളതായ നിബന്ധനയുണ്ട്. ഭ്രാന്ത് എന്നുള്ള തടസ്സവും നീങ്ങണം. എന്നാലേ അവൻ്റെ പേര് എന്ത് ചെയ്യാൻ പറ്റൂ, വിധി പറയാൻ സാധിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, 3 വിഭാഗം ആളുകളെ തൊട്ട് പേന ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അതിലൊന്നാണെന്ത്, ഭ്രാന്തുള്ളയാൾ. അവൻ്റെ ഭ്രാന്തിൽ നിന്ന് അവൻ മുക്തനാകുന്നത് വരെയും. അതേപോലെ തന്നെ ബാലികായിരിക്കണം, പ്രായപൂർത്തിയായ ആളായിരിക്കണം. ചെറിയ കുട്ടിയാകാൻ പാടില്ല. അവരുടെ മേലും എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പേന ഉയർത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മൂന്നാമത്തേത്. അപ്പോൾ ഇൽമുണ്ടാവണം. അതിന് നേരെ വിപരീതമാണ് അജ്ഞത. രണ്ടാമത്തേത് ബുദ്ധിയുള്ളവനായിരിക്കണം, ഭ്രാന്തനാകാൻ പാടില്ല. മൂന്നാമത്തേത് പ്രായപൂർത്തിയായവനാകണം, ചെറിയ കുട്ടിയാകാൻ പാടില്ല. നാലാമത്തേത് അൽ ഇറാദത്തു വൽ ഇഖ്തിയാർ, സ്വയം ഇഷ്ടപ്രകാരമായിരിക്കണം അതവൻ പറഞ്ഞത് അല്ലെങ്കിൽ പ്രവർത്തിച്ചത്. അവനെ കൊണ്ട് നിർബന്ധിച്ചതാ നീ എന്ത് ചെയ്യുക, അവിടെ വിഗ്രഹത്തിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുക എന്നവനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാകാൻ പാടില്ല. അങ്ങനെയാണ് എങ്കിൽ എന്താവില്ല, അത് മുഖേന അവൻ്റെ മേൽ കുഫ്രാരോപിക്കപ്പെടാൻ പറ്റൂല. ഇക്രാഹൻ നിലയിലാകാൻ പാടില്ല, നിർബന്ധിതപൂർവ്വമാകാൻ പാടില്ല, സ്വയം ഇഷ്ടപ്രകാരമായിരിക്കണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ഖദ് തജാവസ അൻ ഉമ്മത്തി അൽ ഖത്അ വൻ നിസ്യാൻ, എൻ്റെ ഉമ്മത്തിൽ അബദ്ധം സംഭവിക്കുന്നതിനെ, മറവി സംഭവിക്കുന്നതിനെ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. വമസ്തുക്രിഹു അലൈ, അതേപോലെ അവരുടെ മേൽ നിർബന്ധമായിട്ട് ചെലുത്തപ്പെടുന്ന കാര്യങ്ങൾ, നിർബന്ധിപ്പിച്ചൊരു കാര്യം ചെയ്യുകയാണ്, എന്നാൽ അവനതിൻ്റെ പേരിൽ എന്തല്ല, കുറ്റക്കാരനല്ല. ഇതാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് അൽ ഖസ്തു ഇലൽ കുഫർ, അവനത് ചെയ്യുന്നത് മുഖേന കുഫറായിരിക്കണം അവൻ്റെ ലക്ഷ്യം. അബദ്ധത്തിൽ സംഭവിച്ചാകാൻ പാടില്ല, ഖത്അ നിലയിലാകാൻ പാടില്ല. ഒരു വാക്ക് അബദ്ധത്തിൽ പറഞ്ഞു പോയി. നമുക്കറിയാം, ഒരു ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ അവൻ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ സകലം നഷ്ടപ്പെട്ടു, വാഹനം നഷ്ടപ്പെട്ടു, യാത്രാ വിഭവങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അവൻ എന്ത് ചെയ്യാണ്, കിടന്നുറങ്ങി. എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്താണ്, എല്ലാം തന്നെ മുന്നിൽ നിൽക്കുമ്പോൾ അവൻ വളരെ സന്തോഷത്താൽ ഇപ്രകാരം പറഞ്ഞു, അല്ലാഹുമ്മ അന്ത അബ്ദി വ അന റബ്ബുക, അല്ലാഹുവേ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിൻ്റെ ഉടമയുമാണ് എന്ന് പറഞ്ഞു. വാക്ക് തനി കുഫറാണ്. പക്ഷെ അതിൻ്റെ പേരിൽ അദ്ദേഹം കാഫിറാണോ? അല്ല, അത് വാക്ക് പിഴവാണ്, നാക്ക് പിഴവ് സംഭവിച്ച് പറഞ്ഞതാണ്, മനഃപൂർവ്വം പറഞ്ഞതല്ല. അപ്പം അതിനെന്തുണ്ട്, ഇളവുണ്ട്. അപ്പം ഉദ്ദേശത്തോടെ ആയിരിക്കണം പറയേണ്ടത്. ആറാമത്തേത് ആദമു തഅ്വീൽ, തഅ്വീൽ ഉണ്ടാകാൻ പാടില്ല. അതായത് ഒരാൾ ഒരു പ്രവൃത്തി പ്രവർത്തിക്കുന്നു, ആ പ്രവൃത്തി അത് മുഖേന അത് അനുവദനീയമാണ് എന്നവൻ അതിനെ വ്യാഖ്യാനിക്കുകയാണ് ചില തെളിവുകൾ വെച്ചുകൊണ്ട്. എന്നാൽ അവൻ്റെ ഈ ആശയക്കുഴപ്പത്തെ നീക്കി കൊടുക്കണം. കുഴപ്പത്തെ നീക്കി കൊടുത്തിട്ട് അവന് ബോധ്യപ്പെടുത്തണം. എന്നിട്ടും അവൻ അതിൽ അടിയുറച്ച് നിന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവൻ്റെ മേൽ കുഫ്രാരോപണം നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് ദഅവത്തിന് നിയോഗിച്ചു. നസ്വാറാക്കളാണ് അവിടെ ഉള്ളത്. അങ്ങനെ അദ്ദേഹം തിരികെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്നതാണ്. സുജൂദ് ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് നീ കാണിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ അഹ്ലു കിതാബിൽപ്പെട്ട ആളുകൾ അവരെന്ത് ചെയ്യും, രാജാക്കന്മാരെയും നേതാക്കന്മാരെയും കാണും ഇങ്ങനെ എന്ത് ചെയ്യും, സുജൂദ് ചെയ്യും. അപ്പോൾ ഏറ്റവും അർഹനായിട്ടുള്ളത് ഇങ്ങനെ സുജൂദ് ചെയ്യപ്പെടാൻ ആരാണ്? താങ്കളാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയാണ് എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്താണ്, സുജൂദ് ചെയ്താണ്. അപ്പോൾ അദ്ദേഹം അതിനകത്തൊരു ആശയക്കുഴപ്പമുണ്ടായി, ഒരു തെറ്റായ വ്യാഖ്യാന പ്രകാരമാണ് അങ്ങനെ ചെയ്തത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു കൊടുത്തു, അപ്രകാരം ചെയ്യാൻ പാടില്ല. അങ്ങനെ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഭാര്യയോട് ഭർത്താവിന് സുജൂദ് ചെയ്യാൻ എന്ത് ചെയ്യുമായിരുന്നു, കൽപ്പിക്കുമായിരുന്നു.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ്. അപ്പോൾ അദ്ദേഹം അത് ചെയ്തപ്പോൾ കാഫറായോ? കാഫറായില്ല. അദ്ദേഹം ചെറിയൊരു തെറ്റായ വ്യാഖ്യാനത്തിൻ്റെ പേരിലാണ് അപ്പോൾ തിരിച്ചു കൊടുത്തു. അതേപോലെ തന്നെ ധാരാളം സംഭവങ്ങളുണ്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ. തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് പേരിൽ എന്താണ് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉദറുണ്ട്. ഇപ്പോൾ ഒരാൾ മനഃപൂർവ്വം റമദാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കി, മനഃപൂർവ്വമാണ് ഒഴിവാക്കുന്നത്, തകാസുര നിലയിൽ അങ്ങനെ ചെയ്താൽ കുഫ്ർ സംഭവിക്കുന്ന സ്വഹാബികളിൽ ചില ആളുകൾ എന്ത് ചെയ്തു? ഖൈത്തുൽ അബിയദ് ഖൈത്തുൽ അസ്വദിൽ നിന്ന് വേർതിരിച്ച് മനസ്സിലാക്കുന്നതിനാണ് എന്ത് ചെയ്യുക? നോമ്പ് തുടങ്ങുന്നത് ആയത്തിറങ്ങി. അങ്ങനെ ചില ആൾക്കാർ എന്ത് ചെയ്തു? നൂലെടുത്ത് വയ്ക്കും തലയുടെ അടിയിൽ. അങ്ങനെ ഈ നൂലിൻ്റെ നിറം തിരിച്ചറിയപ്പെടുമ്പോഴാണ് എന്ത് ചെയ്യുക? നോമ്പ് ആരംഭിക്കുക എന്നതാണ് അവർ തെറ്റായി വ്യാഖ്യാനിച്ചത്, മനസ്സിലാക്കിയത്. അപ്പോൾ പ്രഭാതം നേരം എടുത്താൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിൻ്റെ നിറം തിരിയുള്ളൂ. അവിടെ ഖൈത്തുൽ അബിയദും ഖൈത്തുൽ അസ്വദും, വെളുത്ത നൂലും കറുത്ത നൂലും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫജ്ർ സ്വാദിഖ് ഒഴിവാകലാണ്. ഫജ്ർ സ്വാദിഖ് ഒഴിവാകുമ്പോൾ എന്ത് ചെയ്യണം? നോമ്പ് ആരംഭിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇവർ തെറ്റായ രീതിയിലാണ് അതിന് മനസ്സിലാക്കിയത്. അങ്ങനെ അവരുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പേരിൽ അവരായി എന്തായിട്ടില്ല? കുഫ്ർ സംഭവിച്ചിട്ടില്ല. അപ്പോൾ തെറ്റായ വ്യാഖ്യാനങ്ങളുടെ കാരണത്താലാണ് എങ്കിൽ അത് തിരുത്തി കൊടുക്കപ്പെടേണ്ടതുണ്ട്. അതിന് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ മേൽ കുഫ്ർ ഉദിക്കുക എന്നുള്ളത് പാടുള്ളൂ. അഞ്ചാമത്തെ ഖായിദ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹിറായ പ്രത്യക്ഷമായ കാര്യങ്ങൾ കൊണ്ടാണ് നാം വിധി പറയുക. ഒരാളുടെ ഉള്ള് തുറന്നു നോക്കേണ്ടത് ഉള്ളിലുള്ള കാര്യങ്ങൾ അനുസരിച്ച് വിധി പറയുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. രഹസ്യങ്ങൾ ചൂഴ്ന്നന്വേഷിച്ച് ചെയ്യുക എന്നുള്ളതല്ല നമ്മളുടെ രീതിയല്ല. ആറാമത്തെ തത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം ബാങ്ക് വിളിക്കാൻ സമയമാണ് 4 മിനിറ്റ്. അപ്പോൾ ഒരു കാര്യം, ചില കാര്യങ്ങൾ അതിൻ്റെ രൂപവും ഭാവവും എല്ലാം അത് കുഫ്റാണ് എന്നറിയപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. കുഫ്ർ തന്നെ ബിദ്അത്ത് കുഫ്റാണ്. അതിൻ്റെ അടിസ്ഥാനം തന്നെ കുഫ്റാണ്. അങ്ങനെ ഒരു കാര്യം ഒരാൾ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു കാര്യം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവൻ അത് അനുവദനീയമാണെന്ന് മനസ്സിലാക്കിയാലേ അത് മുഖേന കുഫ്ർ സംഭവിക്കുകയുള്ളൂ എന്ന് പറയാൻ പറ്റൂല. അതായത് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഒരാൾ മദ്യപിച്ചു, മദ്യപാനം മുഖേന ഒരാൾ കാഫറാവൂല. പക്ഷേ മദ്യപാനം അനുവദനീയമാണ്, അത് നിഷിദ്ധമല്ല, അത് അനുവദനീയമാണ് എന്നൊരാൾ വിശ്വസിച്ചു, എന്നാലോ അത് മുഖേന കുഫ്ർ സംഭവിക്കും. അപ്പോൾ എന്നതുപോലെ ഒരാൾ ഒരു തനി കുഫ്ർ, വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയിട്ട് സുജൂദ് ചെയ്യുന്നു, അങ്ങനെയാണെങ്കിൽ അത് അനുവദനീയമാണെന്ന് വിശ്വസിക്കേണ്ടതുണ്ടോ? വേണ്ട. കാരണം ഇത് അടിസ്ഥാനപരമായി തന്നെ എന്താണ്? കുഫ്റാണ്. മദ്യപിക്കുക എന്നുള്ള അടിസ്ഥാനപരമായ കുഫ്റായ കാര്യമല്ല. അപ്പോൾ അടിസ്ഥാനപരമായി കുഫ്റായ ഒരു കാര്യത്തിൽ അത് അനുവദനീയമാണ് എന്ന് വിശ്വസിക്കേണ്ടതില്ല. അങ്ങനെ വിശ്വസിക്കുക എന്നുള്ള നിബന്ധന എന്തില്ല? അടിസ്ഥാനപരമായി കുഫ്റായ ഒരു കാര്യത്തിൽ ഇല്ല. അല്ലാതെ എന്ത് ചെയ്യും? അത് കുഫ്റാകും. ഇത് അഹ്ലു സുന്ന ഇജ്മാ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. മുർജിയാക്കൾക്ക് വിരുദ്ധമായിട്ട് മുർജിഅത്തിൻ്റെ അഖീദ എന്താണെന്ന് വെച്ചാൽ അവർ ആരെയും ചെയ്യൂല, എത്ര കുഫ്ർ ചെയ്താലും കാഫിറാണെന്ന് പറയാൻ പറ്റൂല. അത് അനുവദനീയമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? അവർ കാഫിറാവുള്ളൂ എന്നുള്ളതാണ് മുർജിയാക്കളുടെ വിശ്വാസം. അഹ്ലു സുന്നയുടെ വിശ്വാസം അതല്ല. ഉദാഹരണത്തിന് അവരെന്ത് ചെയ്യുന്നു? വിഗ്രഹങ്ങളുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന് ചീത്ത പറയുന്നു. അത് അടിസ്ഥാനപരമായി കുഫ്റാണ്. അത് അനുവദനീയമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും എന്താണ്? കുഫ്റാണ്. ദീനിനെ ആക്ഷേപിക്കുന്നു, ദീനിനെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുന്നു. ഇതൊക്കെ അടിസ്ഥാനപരമായി തന്നെ എന്താണ്? കുഫ്റാണ്. അത് അനുവദനീയമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രം ചെയ്താലേ കുഫ്റാവൂ എന്നുള്ളത് ആരുടെ വാദമാണ്? മുർജിയാക്കളുടെ വാദമാണ്. അഹ്ലു സുന്നക്ക് ആ വാദമില്ല. അതുകൊണ്ട് അഹ്ലു സുന്ന അവരുടെ രീതി, ഒരു കാര്യം അത് അടിസ്ഥാനപരമായി കുഫ്റായ കാര്യമാണ് എങ്കിൽ അവൻ അത് വിശ്വസിച്ചുകൊണ്ടാണോ അനുവദനീയമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അത് കുഫ്റാണ് എന്ന് എന്ത് ചെയ്യും? വിധിക്കും. നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പാലിക്കപ്പെട്ടാലാണ് കേട്ടോ. നിബന്ധനകൾ പാലിക്കപ്പെടുകയും തടസ്സങ്ങൾ നീങ്ങുകയും ചെയ്താൽ അതൊന്നും തന്നെയാണ് കുഫ്റാണ് എന്ന് വിധിക്കും എന്നുള്ളതാണ്. സമയമായിട്ടില്ല.
അപ്പോൾ ഈ വിഷയത്തിൽ 3 വിഭാഗങ്ങളുണ്ട് ഈ അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ. അതായത് ഒരു കാര്യം പ്രവർത്തിച്ചാൽ അത് അനുവദനീയമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്താലേ കുഫർ സംഭവിക്കൂ അല്ല എന്നുള്ള ഈ വിഷയത്തിൽ 3 വിഭാഗക്കാരുണ്ട്. അതിലൊരു വിഭാഗം അവർ തീരെ എന്ത് ചെയ്യുന്നില്ല, മൻ ലാ യുഷ്തറതു അൽ ഇസ്തിഹലാല മുത്ലഖൻ, നിരുപാധികം അവരെന്ത് ചെയ്യുന്നില്ല, ഇസ്തിഹലാൽ എന്നുള്ളത്, അതായത് അത് അനുവദനീയമാണ് എന്ന് വിശ്വസിക്കണമെന്നുള്ള, അല്ലെങ്കിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എങ്ങനെയാണെങ്കിലും കുഫർ സംഭവിക്കും എന്ന് വിശ്വസിച്ച ചില ആൾക്കാരുണ്ട്. അത് ഖവാരിജി മുഅ്തസിലി ചിന്താഗതിക്കാരാണ്. അവർ പറയും ഒരാൾ ഒരു വൻപാപം ചെയ്താൽ അവൻ എന്താണ്, കാഫിറാണ്. മദ്യപിച്ചാൽ, വ്യഭിചരിച്ചാൽ അത് അനുവദനീയമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും അത് തീവ്രമായ പല വിഭാഗങ്ങളിലുമുള്ള ഒരു ചിന്താഗതിയാണ്. അതിന് അവൻ വിശ്വസിച്ചുകൊണ്ട് ചെയ്യേണ്ട അങ്ങനെയൊന്നും തീരെയില്ല. അതിന് വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഒരു രീതിയില്ല. വേറൊരു വിഭാഗം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൻ യുഷ്തറത്തുൽ ഇസ്തിഹലാല മുത്ലഖ്, മുർജിയാക്കളാണ്. അവർ എല്ലാ കാര്യത്തെയും, തനി ശിർക്കായ കാര്യത്തെയും അടിസ്ഥാനപരമായ കുഫറായ കാര്യത്തെയും അത് ഹലാലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മാത്രം ചെയ്താൽ എന്താവും, കുഫർ സംഭവിക്കൂ എന്ന് പറയുന്ന വിഭാഗമാണ്. എന്നാൽ അഹ്ലുസുന്ന അത് രണ്ടിൻ്റെയും ഇടയിലാണ്. അഹ്ലുസുന്ന ഒരാൾ ഒരു വൻപാപം ചെയ്യുകയാണ് എങ്കിൽ അത് അവൻ അനുവദനീയമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ അതെന്താണ്, കുഫറാണ്. വ്യഭിചരിക്കാം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്, അത് ചെയ്തില്ലെങ്കിലും അത് അനുവദനീയമാണെന്ന് വിശ്വസിച്ചാൽ തന്നെ എന്താവും, കുഫർ സംഭവിക്കും. അപ്പോൾ കബായിറുകളുടെ കാര്യത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യും, അഹ്ലുസുന്ന പറയും അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് അവിടെ കുഫർ സംഭവിക്കുന്നതും അല്ലാത്തത്. വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആരാണോ അള്ളാഹുവിൻ്റേതല്ലാത്തതായ, അള്ളാഹു ഇറക്കിയത് കൊണ്ട് വിധി പറയാത്ത ആളുകൾ, മറ്റ് നിയമങ്ങൾ കൊണ്ട് വിധി പറയുന്ന ആളുകൾ, അവർ കുഫാറുകളാണെന്ന് പറയുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യണം, ഈ പറയുന്ന അത് അനുവദനീയമായ കാര്യമാണോ, അത് അനുവദനീയമാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണോ വിധിക്കുന്നത് എന്ന് ബാധകമാണ്. സ്വഹാബികൾ തുടങ്ങി ഇങ്ങോട്ട് എല്ലാ മുഫസ്സിറുകളും അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചത്. അത് അനുവദനീയമല്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഒരാൾ വിധി പറയുന്നത് എങ്കിൽ അവൻ വലിയ കുഫർ സംഭവിക്കൂല, ചെറിയ കുഫർ മാത്രമേ ഉണ്ടാവൂ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല. അപ്പൊ കബായിറുകളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. എന്നാൽ അഹ്ലുസുന്ന അടിസ്ഥാനപരമായി ശിർക്കായ കാര്യങ്ങൾ, അതിൻ്റെ കാര്യത്തിൽ എന്തില്ല, ഈ പറയുന്ന വിശ്വാസത്തെ പരിഗണിക്കേണ്ടതില്ല. ഒരാൾ വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്യാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ആക്ഷേപിക്കുകയാണ്, മതത്തെ ചീത്ത പറയുകയാണ്, അപ്പോൾ പിന്നെ അവൻ്റെ വിശ്വാസം നോക്കേണ്ടതില്ല. അതല്ലെങ്കിൽ തന്നെ എന്താവും, അത് മുഖേന അവനിൽ കുഫർ സംഭവിക്കും എന്നുള്ളതാണ്. 7ാമത്തെ നിയമം, ഇജ്തിഹാദിയായ നിലയിലുള്ള ഒരാളുടെ തക്ഫീർ. നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാഹു കാഫിറാക്കിയ വിഭാഗങ്ങൾ, ജൂത, നസ്വാറാക്കൾ, അല്ലെങ്കിൽ മുശ്രിക്കുകൾ, അല്ലെങ്കിൽ പേരെണ്ണി പറഞ്ഞിരിക്കുന്നതായ ആളുകൾ. അതിന് പുറമെ ഇന്ന ആൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അവൻ കാഫിറാണ് എന്ന് അവൻ ഗവേഷണത്തിലൂടെ കണ്ടെത്തി. അങ്ങനെ അവൻ്റെ ഗവേഷണത്തിലൂടെ കണ്ടെത്തി കുഫർ ആരോപിച്ചിരിക്കുന്ന ഒരാൾ, അവൻ കണ്ടെത്തിയിരിക്കുന്ന എല്ലാവർക്കും ബാധകമാക്കണമെന്നില്ല. ഇവൻ ഇന്നയാൾ കാഫിറാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ എല്ലാവരും കാഫിറാക്കണം എന്ന് പറയാൻ പറ്റുമോ? അത് അവൻ്റെ ഇജ്തിഹാദാണ്, അവൻ്റെ ഗവേഷണമാണ്. എല്ലാവരും അവനെ ഫോളോ ചെയ്യണമെന്ന് പറയാനെന്തില്ല, അവകാശമില്ല. നേരെ മറിച്ച് അള്ളാഹു കാഫിറാക്കിയ ഒരു വിഭാഗത്തെ എല്ലാവരും എന്ത് ചെയ്യണം, കാഫിറാക്കൽ നിർബന്ധമാണ്. ജൂതന്മാർ, നസ്വാറാക്കൾ, മുശ്രിക്കുകൾ കാഫിറാണെന്ന് എല്ലാവരും വിശ്വസിക്കണം. നേരെ വെച്ച് ഒരാൾ അവൻ്റെ ഗവേഷണ പ്രകാരം എന്ത് ചെയ്തു, ഒരാൾ പ്രത്യേകമായിട്ട് അവൻ കുഫറാണെന്ന് കണ്ടെത്തി, അവൻ്റെ ആ വിധി എല്ലാവർക്കും ബാധകമാണ് എന്നില്ല, എന്തില്ല ചെയ്യാൻ പറ്റൂല, പറയാൻ പറ്റൂല, എല്ലാവർക്കും അത് ബോധ്യപ്പെടണമെന്നില്ല എന്നുള്ളത് കൊണ്ട് അതൊരു നിയമമാണ്. 8ാമത്തെ കാര്യം, അഹ്ലുസുന്ന ആളുകളുടെ വാക്കുകളുടെ അനിവാര്യ താല്പര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുകയില്ല, അവരുടെ മേൽ കുഫ്ർ ആരോപിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു വാക്ക് പറഞ്ഞു, അതിൻ്റെ എന്താണ് ഉൾസാരം മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അത് ധ്വനിപ്പിക്കുന്നത്, അത് സൂചന നൽകുന്നത് എന്തിലേക്കാണ്, ഒരു കുഫറിലേക്കാണ്. അങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അത് കുഫറാകാനുള്ള ചില സാധ്യതകളുണ്ട്. നേരെ പ്രത്യക്ഷത്തിൽ എന്തല്ല, കുഫറല്ല. അപ്പോൾ അവൻ്റെ ആ വാക്കിൻ്റെ ലവാസിമ്, വാക്കിൻ്റെ അനിവാര്യ താല്പര്യം എന്തിലേക്ക് അറിയിക്കുന്നുണ്ട്, കുഫറിലേക്ക് അറിയിക്കുന്നുണ്ട് എന്നുണ്ട് എങ്കിൽ ആ ലവാസിമുകൾ വച്ചിട്ട് അവൻ്റെ മേൽ കാഫറാക്കാൻ പറ്റൂല. അവനോട് പറയണം, എന്താ നീ ഇന്നത് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ,
അങ്ങനെ പറയുന്നത് മുഖേന ഇന്നൊരു പ്രശ്നമുണ്ട് എന്ന് അവൻ്റെ അടുക്കൽ പറയുകയും അവനത് സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവൻ്റെ മേൽ കുഫ്ർ ആരോപിക്കാൻ പറ്റുള്ളൂ. ഒരാൾ പറയുന്നു അള്ളാഹുവിന് വജ്ഹുണ്ട് എന്ന് പറഞ്ഞു, അള്ളാഹുവിന് മുഖമുണ്ട്. അപ്പോൾ ഒരാൾ വന്ന് പറയാണ് ദാ അവൻ അള്ളാഹുവിന് വജ്ഹുണ്ടെന്ന് പറഞ്ഞു, സൃഷ്ടികളെ പോലെ അള്ളാഹുവിനെ അവൻ സൃഷ്ടികളെ പോലെ ഉപമിച്ചു, അതുകൊണ്ട് അവൻ കാഫിറാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. കാരണം എന്താണ്? അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നീ വജ്ഹുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവൻ പറയണം അതെ അള്ളാഹുവിന് വജ്ഹുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുസുന്നത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കുന്നതായ രീതിയിലുള്ള വജ്ഹ് അള്ളാഹുവിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സൃഷ്ടികൾ എന്ത് ചെയ്യുന്നില്ല, സൃഷ്ടികളുടെ വജ്ഹ് അള്ളാഹുവിൻ്റെ വജ്ഹ് പോലെയാണെന്നോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ വജ്ഹ് പോലെയാണ് അള്ളാഹുവിൻ്റെ വജ്ഹ് മുഖം എന്ന് ഞാൻ പറയുന്നില്ല. നേരെ മറിച്ച് എന്ത് ചെയ്യുന്നു, ഇവൻ്റെ ഈ വാക്കിൻ്റെ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, അവൻ്റെ മേൽ കുഫ്ർ ആരോപിക്കുകയാണ്. അത് പാടില്ല. അത് ഏത് വിഷയം, ചെറിയ ഉദാഹരണം പറഞ്ഞാണത്. അപ്പോൾ അവൻ്റെ മുന്നിൽ പറയണതാ, നിൻ്റെ ഈ വാക്ക് സൂചിപ്പിക്കുന്ന ഇന്ന കാര്യത്തിലേക്കാണല്ലോ, അതുകൊണ്ട് അത് കുഫറാകാൻ സാധ്യതയില്ല, അതുകൊണ്ട് അവൻ കാഫറാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അവൻ്റെ അടുക്കൽ പറയണം ഇതാ ഇന്ന കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അവനോട് ചോദിക്കണം. എന്നിട്ട് അവൻ എന്ത് ചെയ്യണം, കുഫറാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് അവൻ സമ്മതിച്ചാൽ എന്താണ്, അത് കുഫറാണ്. അടുത്ത ഒരു നിയമം, പരിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിലുമെല്ലാം ചില കാര്യങ്ങൾ, ചില വൻപാപങ്ങൾ പ്രവർത്തിച്ചാൽ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾ നരകത്തിൽ ശാശ്വതരാണ് എന്ന് പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതുകൊണ്ടുള്ള അർത്ഥം അവർ കാലാകാല നരകത്തിലാണ് എന്നുള്ളതല്ല. പിന്നെയോ അവർ അള്ളാഹുവിൻ്റെ മശീഅത്തിന് താഴെ തന്നെയാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലമത്രയും അവരെവിടെയാണ്, നരകത്തിലാണ് എന്നേ ഉള്ളൂ. കുഫ്ർ ചെയ്തവനെ, ശിർക്ക് ചെയ്തവൻ എന്നെന്നും കാലാകാലം നരകത്തിലാണ് എന്ന് പറയുന്നത് പോലെ അല്ല, വൻപാപങ്ങളിൽപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അവർ ഒരാൾ ഒരു മുഅ്മിനെ മനഃപൂർവ്വം കൊന്നാൽ അവൻ നരകത്തിൽ ശാശ്വതമാണ് എന്നുണ്ട് ആയത്തുണ്ട്. അതിൻ്റെ അർത്ഥം എന്തല്ല, അവൻ എന്നെന്നും കാലാകാലം നരകത്തിൽ കിടക്കും എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ അതിൻ്റെ വിവക്ഷ അവൻ അള്ളാഹുവിൻ്റെ മശീഅത്തിന് കീഴിലാണ്, ഉദ്ദേശത്തിന് കീഴിലാണ്. അള്ളാഹു അവൻ എന്ത് ചെയ്യും, ധാരാളക്കണക്കിന് കാലം നരകത്തിൽ കിടക്കും. പക്ഷെ അള്ളാഹു അവൻ ഉദ്ദേശിക്കുമ്പോൾ എന്ത് ചെയ്യും, അവൻ പുറത്തു കൊണ്ടുവരും എന്നുള്ള അർത്ഥമാണ് അതുകൊണ്ട് വീക്ഷിക്കപ്പെടുന്നത്. മറ്റൊരു നിയമം, ചില പ്രവർത്തികളെ സംബന്ധിച്ച് ഹദീസുകളിൽ മറ്റൊക്കെ കാണാം, ഇന്ന കാര്യം ചെയ്യുന്നവൻ മുഅ്മിനല്ല. ഉദാഹരണം പറഞ്ഞാൽ ലാ യുഅ്മിനു മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖ, ആരുടെ ഉപദ്രവത്തിൽ നിന്ന് ആണോ ഒരു അയൽവാസി അവൻ്റെ അയൽവാസിയുടെ ഉപദ്രവങ്ങളിൽ നിർഭയനാകുന്നില്ല എങ്കിൽ അവൻ മുഅ്മിനാവുകയില്ല. അപ്പോൾ ഞാൻ മുഅ്മിനാകണമെങ്കിൽ എൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ആര് നിർഭയനാകണം, എൻ്റെ അയൽവാസി നിർഭയനാകണം, അല്ലെങ്കിൽ ഞാൻ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ കുഫർ സംഭവിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താണ്, അവൻ്റെ ഈമാനിൽ കുറവ് വരും എന്നുള്ളതാണ് അത് മുഖേന അർത്ഥമാക്കുന്നത്. അവൻ്റെ ഈമാൻ എന്താവില്ല, പൂർണ്ണമാവുകയില്ല എന്നാണ് അത് മുഖേന അർത്ഥമാക്കുന്നത്, അല്ലാതെ തീരെ അവൻ മുഅ്മിനാവുകയില്ല എന്നല്ല. അടുത്തൊരു നിയമം, ഒരാളുടെ മേൽ കുഫർ ആരോപിക്കപ്പെടണമെങ്കിൽ അവന് തെളിവ് കൊണ്ടെത്തണം, ഹുജ്ജത്ത് സ്ഥിരപ്പെടണം. അവൻ്റെ അടുക്കൽ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് മുഖേന കുഫർ സംഭവിക്കും എന്നുള്ള തെളിവ് എത്തണം. ഇങ്ങനെ തെളിവ് എത്തുമ്പോൾ തെളിവ് സ്ഥാപിക്കപ്പെടുകയില്ല ഒരു വ്യക്തിയുടെ മേൽ. എങ്ങനെയല്ലാതെ ആ തെളിവ് അവൻ്റെ അടുക്കലെത്തണം. ഇന്ന ആയത്ത് അതിൻ്റെ അർത്ഥം ഇന്നതാണ് എന്ന് അവൻ്റെ അടുക്കലെത്തണം, അതിൻ്റെ ആശയം ഇന്നതാണ് എന്ന് അവൻ്റെ അടുക്കലെത്തണം. കേവലം അതിനെക്കുറിച്ചുള്ളതായ ഫഹ്മും ഗ്രാഹ്യവും അവനെത്തണം. എന്നാൽ മാത്രമേ അവൻ്റെ മുന്നിൽ എന്ത് ചെയ്യപ്പെടുള്ളൂ, തെളിവ് സ്ഥാപിക്കപ്പെടുകയുള്ളൂ. ഒരാളുടെ മേൽ അവന് തെളിവ് വന്നെത്തി ഇന്ന കാര്യം അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കുഫറാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം എന്നുള്ളതിന് അവൻക്കറിയില്ല. അതിനവന് ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടണം. ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ, തെളിവ് സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അവൻ്റെ മേൽ എന്ത് ചെയ്യാൻ പറ്റൂ, വിധി പറയാൻ പറ്റൂ. അപ്പം അങ്ങനെ തെളിവ് സ്ഥാപിക്കപ്പെടണമെങ്കിൽ തെളിവ് അവനെത്തണം. അതിനെക്കുറിച്ച് അവൻ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എന്നാൽ എന്ത് ചെയ്യാൻ പറ്റൂ, തെളിവെത്തിയെന്ന് പറയാൻ പറ്റൂ. ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്ന കാര്യമാണ്
എന്താണ്? അജ്മഅ അൽ ഉലമാഉ അലാ ഇഷ്തിറാത്തി ബുലൂഗിൽ ഹുജ്ജ വലം യുഖാലിഫ് ഫീ ദാലിക അഹദുൻ. തെളിവ് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരാളുടെ മേൽ കുഫർ ആരോപിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. തെളിവ് എത്തണം എന്നുള്ളത് അതിൻ്റെ മേലുള്ള നിബന്ധനയാണ് എന്ന് ഉലമാക്കൾ ഇതിന് ഏകോപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അജ്മഅ അൽ ഉലമാഉ അലാ അന്ന മുത്ലഖ ഫഹ്മിൽ ഹുജ്ജത്തി ശർത്തുൻ ഫീ ഖിയാമിഹ. ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ആയത്ത് അല്ലെങ്കിൽ ആ ഹദീസ് അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും മനസ്സിലാക്കിയതുപോലെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കണം എന്നാണോ? അങ്ങനെയല്ല. കേവലം അത് ഇന്നൊരായത്തുണ്ട്, അതിൻ്റെ വിവക്ഷ ഇന്നതാണ് എന്ന് കേവലമായൊരു മനസ്സിലാക്കൽ മതിയാകും. ഇത് ഉലമാക്കൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഏകോപിച്ചിട്ടുണ്ട്. അല്ലാതെ പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ എല്ലാവിധ ആശയങ്ങളും സ്വഹാബികളിൽ ഏറ്റവും ഉന്നതരായ സ്വഹാബികൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുക എന്നുള്ളത് എന്താവില്ല. അല്ലെങ്കിൽ നല്ല ഇൽമിൽ ആഴത്തിൽ ഇറങ്ങിയിരിക്കുന്ന പണ്ഡിതന്മാർ മനസ്സിലാക്കിയതുപോലെ എല്ലാവർക്കും മനസ്സിലാക്കുക എന്നുള്ളതല്ല സാധ്യമാവുകയില്ല. അപ്പം കേവലം മനസ്സിലാക്കൽ മാത്രമേ ആവശ്യമുള്ളൂ. ഇങ്ങനൊരു കാര്യമുണ്ട്, തെളിവുണ്ട് എന്നുള്ളത്. അതേപോലെ അജ്മഅ അൽ ഉലമാഉ അലാ അന്നൽ ഫഹ്മൽ മുത്ലഖ് ലൈസ ബിശർത്തിൻ ഫീ ഖിയാമിൽ ഹുജ്ജ. തെളിവ് സ്ഥാപിക്കപ്പെടണമെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ ഇബ്നുൽ ഖത്താബും മനസ്സിലാക്കിയതുപോലെ കാര്യങ്ങൾ സൂക്ഷ്മമായി എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയാൽ മാത്രമേ അവൻ്റെ മേൽ തെളിവ് സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നുമില്ല. ഏത് ഉലമാക്കൾ ഷർത്തായിട്ട് പറഞ്ഞിട്ടില്ല, നിബന്ധനയല്ല. കേവലം കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഇന്ന കാര്യം ചെയ്താൽ അത് മുഖേന കുഫർ സംഭവിക്കും, അതിന് തെളിവ് ഇന്നതാണ്, ഇന്ന ആയത്താണ്, അതിൻ്റെ വിവക്ഷ ഇന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 11 കായികയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇതിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ കായികകൾ മനസ്സിലാക്കാതെ എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ അള്ളാഹു നാം ഇവർക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.